ഹലോ പ്രൈസ് ലോർഡ്. റാൻഡം റെവലേഷൻ എന്നീ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ തരുന്നു. യേശു കർത്താവ് പറഞ്ഞ വാക്കാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഐ ലെയ്ഡ് ഓൺ മൈ ലൈഫ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഷീപ്പ് എന്ന് പറഞ്ഞ ആടുകളുടെ പ്രയോജനത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ തരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ ഒരു മിക്സി വാങ്ങിച്ചിട്ട് ആദ്യം 1-2 ദിവസം മാത്രം അതിനെ പ്രവർത്തിപ്പിക്കുന്നു. ശേഷം അതിനെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട്, ഇത് 2 ദിവസം എനിക്ക് വേണ്ടി പ്രയോജനപ്പെട്ടതല്ലേ, അതുകൊണ്ട് നിന്നെ ഇവിടെ വെച്ച് ഞാൻ ആരാധിച്ചോളാം, എല്ലാ ദിവസവും നിന്നെ ഞാൻ വണങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ? ഇല്ല. ഉപയോഗമില്ലാത്ത സാധനത്തിനെ നമ്മളെടുത്ത് കളയാറേ ഉള്ളൂ. ആക്ച്വലി മിക്സി വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ഓരോരോ കറികൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. എന്നതുപോലെ തന്നെ യേശു കർത്താവും നമ്മുടെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മുടെയൊക്കെ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു, ഓക്കെ, നന്ദി, അത് ലൈഫ് ലോങ് വെച്ചിട്ട് എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചല്ലോ, എന്നെ അതിൽ നിന്ന് തന്നെ വിടുവിച്ചല്ലോ, അതിനായി നന്ദി എന്ന് പറഞ്ഞ് അതിനെ അങ്ങനത്തെ ഒരു കാര്യത്തിൽ മാത്രം യേശു കർത്താവിനെ ഒതുക്കാനല്ല യേശു ആഗ്രഹിക്കുന്നത്. ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളിലും യേശുവിനെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ജ്ഞാനത്തിന് ദൈവിക ജ്ഞാനം, അറിവിന് ദൈവത്തിൻ്റെ അറിവ്, ഹല്ലേലൂയ, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഐഡിയ, ആലോചന ഒക്കെ ചോദിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. യേശുവിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താനാണ് യേശു ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ പ്രയോജനപ്പെടുത്താം? പരിശുദ്ധാത്മാവ് എന്ന വരം നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് മുഖേന നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാം. ഇന്ന് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട് സംസാരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ദൈവം ഓരോ ആലോചനകൾ, ഓരോ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടി ദൈവത്തോട് ചോദിച്ചാലും പരിശുദ്ധാത്മാവ് മുഖേന നിങ്ങൾക്കത് പറഞ്ഞു തരും. അവൻ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി മരിച്ചത്. അങ്ങനെയെങ്കിൽ ആക്ച്വലി യേശു കർത്താവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഉറപ്പും ധൈര്യത്തോടെ പരിശുദ്ധാത്മാവോട് ആലോചന ചോദിച്ച് നടക്കുക. ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ കാര്യങ്ങൾ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.